ഇതുപോലെ സൂപ്പർ ബൈക്സിലൂടെയൊക്കെ റൈഡ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബൈക്സ് പുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് ഒരിക്കലും നമ്മുടെ ബൈക്ക് അതിൻ്റെ കൂടെ വെച്ച് പിടിക്കാനോ അതിൻ്റെ കൂടെ റേസ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. നമ്മുടെ ബൈക്സ് ചിലപ്പം ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, എൻ്റെ ബൈക്ക് 80 പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ബൈക്സിനൊക്കെ ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. മാത്രമല്ല അവർ ബ്രേക്ക് ചെയ്താലും ബെറ്റർ ബ്രേക്സ് ആണ് അതിലിരിക്കുന്നത്, അവിടെ നിന്നോളും. പക്ഷേ നമ്മുടെ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹൈ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്ത് അത്രത്തോളം എഫിഷ്യൻ ബ്രേക്കിംഗ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബൈക്കും ബാക്കി സിറ്റുവേഷൻസും എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഓടിക്കുക. ഒരിക്കലും റേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ രസമാണ്. ഇതുപോലെ എക്സോസ് സൗണ്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് സൂപ്പർ ബൈക്സിൻ്റെ കൂടെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ രസമാണ്. പക്ഷേ ഒരിക്കലും അതിൻ്റെ കൂടെ വെച്ച് പിടിക്കാനൊന്നും നോക്കാതിരിക്കുക. സേഫായിട്ട് ഓടിക്കുക എല്ലാവരും. GS നൈസ് ബൈക്കാണ്, ബട്ട് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ശംഖുമുഖത്തെത്തി. ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ലൈനപ്പ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ലൈനപ്പ്. എൻ്റെ ബൈക്ക് മാത്രം അതിൻ്റെ ഏറ്റവും കുഞ്ഞ് സൈഡിലിരിപ്പുണ്ട്. ആൻഡ് അപ്പുറത്ത് റോയൽ എൻഫീൽഡിൻ്റെ വലിയൊരു ടീം വന്നിട്ടുണ്ട് കേട്ടോ. അവരാണ് ആ ഫ്ലാഗൊക്കെ പറത്തുന്നത്. ആൻഡ് കാണാം RX-100ൻ്റെ ഒരു ഗ്യാങ് വരുന്നുണ്ട്. നല്ലൊരു മനസ്സിന് സന്തോഷം തന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത്രത്തോളം RX-100 ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും നല്ല ഫീൽ കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ പൊട്ടിച്ച് വരുന്നുണ്ട്. ഫുൾ സ്മോക്കാണ്. ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് 2 സ്ട്രോക്ക് ബൈക്കിൻ്റെ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വെട്ടുകാട് വഴി തുമ്പയിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും കറങ്ങി നേരെ കഴക്കോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഹൈവേ വഴി നേരെ വെൺപാലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ആൻഡ് ഓൾ ടുഗെദർ ഇതൊരു നല്ല റൈഡായിരുന്നു കേട്ടോ. ബിക്കോസ് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് റൈഡാണ്, ബട്ട് സ്റ്റിൽ ഒരുപാട് പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, ഒരുപാട് പുതിയ സൂപ്പർ ബൈക്സ് കാണാൻ പറ്റി. അതും ഞാൻ പല സമയത്തും ഇതുപോലെ റിവ്യൂസിലും വീഡിയോസിലൊക്കെ കാണുന്ന ബൈക്സ് നേരിട്ട് കുറച്ച് സമയം അതുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്.